ചില മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം വന്നതനുസരിച്ച് ഞങ്ങളൊരു അന്വേഷണം നടത്തുകയുണ്ടായി. അത് ദുരന്തബാധിതരുടെ ദിവസവേതനവും ലൈവ്ലിഹുഡും കൂപ്പൺ വിതരണവും സമ്പൂർണമായി നിലച്ചിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത. ആ വാർത്ത സ്വാഭാവികമായിട്ടും അങ്ങനെ പ്രസിദ്ധീകരിച്ച മാധ്യമങ്ങളോട് ഞാൻ വേറെ പ്രതിഷേധമോ ദേഷ്യമൊന്നും രേഖപ്പെടുത്തുന്നില്ല. പക്ഷെ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് അത് സൂചിപ്പിക്കുകയാണ്. ആദ്യമായിട്ടൊരു കാര്യം പറയട്ടെ. ഏപ്രിൽ മാസത്തിലെ 300 രൂപ വെച്ചുകൊണ്ടുള്ള ദിനബത്ത മാസം 9,000 രൂപ വീതം ഒരു കുടുംബത്തിലെ 2 ആൾക്ക് കിട്ടുന്ന പണം ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ മുഴുവൻ ദുരന്തബാധിതരുടെ അക്കൗണ്ടിൽ ഏപ്രിൽ മാസത്തെ കൂടി എത്തും. നാളെ രാവിലെ ആർക്കും ബാങ്കിൽ പോയി അത് വിഡ്രോ ചെയ്യാനുള്ള സൗകര്യവും സംവിധാനവും ഉണ്ടായിരിക്കും. ഏപ്രിൽ മാസത്തെ ദിനബത്ത 18-ാം തീയതി വരെ വൈകി എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. ഞാൻ നേരത്തെ ആലോചിച്ചു, പല മാധ്യമ സുഹൃത്തുക്കളുടെയും അക്കൗണ്ടിൽ ആ മാസത്തെ ശമ്പളം വരുന്നതിന് മുമ്പ് ഈ മാസത്തെ ദിനബത്ത കൂടി എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ മാസത്തെ എത്തിച്ചേരാൻ 18 ദിവസം വൈകിയത് എന്തുകൊണ്ടാണെന്ന ചോദ്യം സർക്കാരിനെതിരെയാണ് തിരിക്കുന്നത്. അതിലും വിരോധമില്ല. പക്ഷേ 18/1/2026 സർക്കാരിന്റെ ദുരന്ത നിവാരണ വകുപ്പിന്റെ 41/2026 ഉത്തരവ് പ്രകാരം ജൂൺ മാസം വരെ ദിനബത്ത എല്ലാവർക്കും കൊടുക്കാനുള്ള ഉത്തരവ് 18/1/2026 തന്നെ ഗവൺമെന്റ് ഇറക്കിയിട്ടുണ്ട്. അത് ജൂൺ മാസം 2026 വരെ ആ ദിനബത്ത കൊടുക്കാനും അതിനു മുമ്പ് വീടിന്റെ താക്കോൽ ഏറ്റുവാങ്ങിയതായിട്ട് ഇപ്പൊ നമ്മൾ കരുതുന്നില്ല. വീട്ടിൽ താമസം തുടങ്ങും വരെ അത് കൊടുക്കാനും വേണ്ടിയിട്ടുള്ള ഉത്തരവ് 18/1/2026 സർക്കാർ ഇറക്കിയിട്ടുണ്ട്. സർക്കാരിന്റെ ഭാഗത്ത് ഒരു ഉത്തരവ് ഒരു കുറവുണ്ടായിട്ടില്ല. പക്ഷെ എന്തുകൊണ്ട് ഏപ്രിൽ ആദ്യം കിട്ടിയില്ല? സാധാരണ നിലയിൽ മാർച്ച് മാസം 31 കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ എക്കണോമിക്കൽ ഇയർ എൻഡിംഗ് ആണ്. എക്കണോമിക്കൽ ഇയർ എൻഡിങ്ങിന് മുമ്പ് TSP അക്കൗണ്ടിലേക്ക് മാറ്റിയില്ലെങ്കിൽ അതേ അക്കൗണ്ടിൽ തന്നെ കിടന്നാൽ ഓട്ടോമാറ്റിക്കായി ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തും ഇന്ത്യ ഗവൺമെന്റും അത് തിരിച്ച് ഫിനാൻസ് വകുപ്പിലേക്ക് പോകും. വീണ്ടും ഏപ്രിൽ മാസം മുതൽ അത് തിരിച്ച് അലോട്ട് ചെയ്യണം. ഈ ഒരു പ്രക്രിയ തെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ടും എല്ലാ ഏപ്രിൽ മാസത്തെയും ആദ്യത്തെ 2 ആഴ്ച ശമ്പളത്തിനാണ് ഗണനാപ്രകാരമായിട്ടുള്ള സംവിധാനം ഉണ്ടാവുക എന്നുള്ളത് കൊണ്ടും ഇന്നലെ വൈകുന്നേരമാണ് അത് ക്യാഷ് ചെയ്ത് എന്നുള്ളത് ഒഴിച്ചാൽ അക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു കുറവും ഉണ്ടായിട്ടില്ല. പറയാൻ മറന്നുപോയൊരു കാര്യം, 20 മാസവും ഒരു മാസം പോലും തെറ്റാതെ വാടകയും ദിനബത്തയും കൂപ്പണും ഈ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. ഒരു മാധ്യമ പ്രവർത്തകർ പറഞ്ഞതുപോലെ അത് സർക്കാരിന്റെ ഔദാര്യമൊന്നുമല്ല, അത് നാട്ടിലെ ജനങ്ങളുടെ അവകാശമാണ്. പക്ഷേ ഇന്ത്യയിൽ മറ്റൊരിടത്തും ഒരു ദുരന്തം ഉണ്ടായി 21 മാസം ഈ മാസം അടക്കം മുറ തെറ്റാതെ അത് കൊടുക്കുന്നത് ഒരുപക്ഷെ ഇവിടെ ഉണ്ടായി ചൂരൽമല ദുരന്തത്തിൽ മാത്രമായിരിക്കും. കേരളത്തിൽ മുമ്പ് അത്തരം ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. STRF-ൽ നിന്ന് സാധാരണ അത് അനുവദിക്കാൻ പറ്റുക 3 മാസക്കാലത്തേക്കാണ്. സർക്കാർ സെൻട്രൽ ഗവൺമെന്റിന്റെ നോംസ് അനുസരിച്ച് കൂടിയാൽ 3 മാസം കൂടി കൂട്ടി കൊടുക്കാൻ 6 മാസം. പക്ഷെ 21 മാസക്കാലമായിട്ടും അത് കൊടുക്കുന്നുണ്ടെന്ന് മാത്രമല്ല, ജൂൺ മാസം വരെയുള്ള ഉത്തരവുള്ളത് കൊണ്ട് മറ്റൊന്നും ഭയക്കേണ്ടതില്ല. രണ്ടാമത്തെ പ്രശ്നം, ഏപ്രിൽ മാസത്തെയും മെയ് മാസത്തെയും ഫുഡ് കൂപ്പൺ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ആ ഫുഡ് കൂപ്പണിന്റെ മാതൃകയാണിത്. മാർച്ച് മാസത്തിൽ കോഡ് ഓഫ് കോണ്ടാക്ട് വരുന്നതിന് മുമ്പ് തന്നെ മാർച്ച് മാസത്തിലെയും ഏപ്രിൽ മാസത്തിലെയും മെയ് മാസത്തിലെയും കൂപ്പൺ അടിച്ച് കഴിഞ്ഞ ദിവസം പോലും സപ്ലൈകോക്ക് 25 ലക്ഷം രൂപ ചെലവുകൾക്ക് വിതരണം ചെയ്ത് സർക്കാർ അക്കാര്യത്തിൽ കൃത്യത വരുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും സ്ഥലത്ത് അത് വിതരണം ചെയ്യേണ്ട കുടുംബശ്രീ അംഗങ്ങൾ അത് കൊടുക്കാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാലതാമസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുകയും കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മാർച്ച് മാസത്തിലെയും ഏപ്രിൽ മാസത്തിലെയും മെയ് മാസത്തിലെയും ഇത് കിട്ടിയിട്ടില്ലേ എന്ന് ഉറപ്പുവരുത്താൻ ജില്ലാ ഭരണകൂടം ആവശ്യമായ സംവിധാനം ഉണ്ടാക്കുകയും ചെയ്യും. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഉണ്ടായ ക്രാക്കിനെ സംബന്ധിച്ച്, അതിപ്പോ ഒരു വീട് പൂർത്തിയായാൽ വീട് പൂർത്തിയായ വഴിക്ക് വീട് കൊടുക്കാൻ പറ്റില്ല. ആ വീടിന്റെ മുകളിൽ 24 മണിക്കൂർ വെള്ളം അടിച്ചു നിർത്തി വെള്ളം കിനിയുന്നുണ്ടോ എന്ന് നോക്കും. അപൂർവമായി ചില സ്ഥലത്ത് അങ്ങനെ കിനിയും. അങ്ങനെ കിനിഞ്ഞൊരു വീടാണത്. കുറച്ചു ദൂരം അങ്ങനെ കിനിഞ്ഞിട്ടുണ്ട്. ഒരു ഷ്രിങ്ക് എന്ന് പറയും. അങ്ങനെ വരുന്നതിന് ചുറ്റും കടലാസ് പെൻസിൽ കൊണ്ട് ഒരു സാധനം രേഖപ്പെടുത്തും. അങ്ങനെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു എപ്പോക്സി ട്രീറ്റ്മെന്റ് അതിന്റെ ഭാഗമായി നടത്തും. ഇത് സാങ്കേതിക പദമാണ്, അതുകൊണ്ടാണ് ഞാൻ നോക്കിയത്. ഒരു എപ്പോക്സി ട്രീറ്റ്മെന്റ് അതുമായി ബന്ധപ്പെട്ട് നടത്തും. അതായത് വീണ്ടും വെള്ളം ഒഴിച്ചാൽ കിനിയാൻ പാടില്ല എന്നത് ഉറപ്പുവരുത്താനുള്ള ഒരു നടപടിക്രമമാണ്. അത് കഴിഞ്ഞിട്ട് ഇനി ആ വീട്ടിൽ 24 മണിക്കൂർ വീണ്ടും വെള്ളം കെട്ടി നിർത്തും. വെള്ളം കെട്ടി നിർത്തി ഏതെങ്കിലും വിധത്തിലുള്ള ലീക്ക് ഇല്ല എന്ന് ഉറപ്പിച്ചാലും അവസാനിപ്പിക്കില്ല.
എല്ലാ വീടുകളിലും ചോർച്ചയില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഒരു വാട്ടർ പ്രൂഫിംഗ് നടത്തും. ആ വാട്ടർ പ്രൂഫിങ്ങിന്റെ മുകളിലായി 2 മുതൽ 7 സെന്റിമീറ്റർ വരെ ചെരിച്ചുകൊണ്ട് സ്ക്രീഡ് കോൺക്രീറ്റിംഗ്, അതായത് വെള്ളം കെട്ടിക്കിടക്കാതെ പുറത്തു പോകാൻ പറ്റുന്ന സ്ക്രീഡ് കോൺക്രീറ്റിംഗ് നടത്തും. ഇത്രയും കഴിഞ്ഞതിന് ശേഷമാണ് ഒരു വീടിനകത്തേക്ക് വെള്ളം ഇറങ്ങില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് ഇത് കൊടുക്കുള്ളൂ. വീട് കൊടുക്കുന്നതിന് മുമ്പ് ആദ്യം ഊരാളുകൾ തയ്യാറാക്കിയാൽ എല്ലാവിധ സാങ്കേതിക പരിശോധന നടത്താൻ പറ്റുന്ന കിഫ്കോണിന്റെ ടീം സംയുക്ത പരിശോധന നടത്തും. ഊരാളുങ്കരും കിഫ്കോണുമായി സംയുക്ത പരിശോധന നടത്തും. എന്നിട്ടും തീർന്നില്ല. ആ സംയുക്ത പരിശോധനയ്ക്ക് ശേഷം ആരാണോ വീടിന്റെ ഉടമസ്ഥൻ, ആ വീടിന്റെ ഉടമസ്ഥനും ഊരാളുങ്കലും കിഫ്കോണും കൂടി വീണ്ടും സംയുക്ത പരിശോധന നടത്തും. ഈ 3 പരിശോധനകൾ, ഒന്ന് ഊരാളുങ്കൽ നേരിട്ട് നടത്തുന്നത്, പിന്നെ ഒന്ന് ഊരാളുങ്കലും കിഫ്കോണും കൂടി നടത്തുന്നത്, 3 ഊരാളുങ്കലും കിഫ്കോണും ആരാണോ വീടിന്റെ ഉടമസ്ഥൻ. ഇപ്പൊ 33-ാം നമ്പർ വീട്ടുകാരൻ ഒരു സംശയം രേഖപ്പെടുത്തി, അദ്ദേഹത്തിന്റെയും ബന്ധപ്പെട്ടവരോട് പരിശോധിക്കാൻ പറയും. 3 പേരും സംയുക്തമായി നടത്തിയതിനു ശേഷമാണ് വീട് കൈമാറുക. വീട് കൈമാറിക്കഴിഞ്ഞാൽ അപ്പോഴും ലൈബിലിറ്റി തീരില്ല. വീട് കൈമാറിക്കഴിഞ്ഞാൽ ഒരു ക്രാക്ക് ഉണ്ടായാൽ സർക്കാരാണോ സമാധാനം പറയേണ്ടത്? അല്ല. പക്ഷെ ആരും സമാധാനം പറയാനുണ്ടോ? ഉണ്ട്. 5 വർഷത്തേക്ക് സിവിൽ വർക്കുകൾക്ക് ഒരു ഡിഫക്റ്റ് ലൈബിലിറ്റി ഉണ്ട് എന്ന് നമ്മൾ നേരത്തെ ഉറപ്പിച്ചിട്ടുണ്ട്. ഇത് കൈമാറിക്കഴിഞ്ഞാലും 3 പരിശോധന നടത്തി ഇത് കൈമാറിക്കഴിഞ്ഞാലും 5 വർഷക്കാലത്തേക്ക് ഏതെങ്കിലും ഒരു ഡിഫക്റ്റ് നിർമ്മാണത്തിലുണ്ടെങ്കിൽ ഊരാളുങ്കൽ കമ്പനി നിർബന്ധമായും ആ ഡിഫക്റ്റ് ക്യൂർ ചെയ്യാനുള്ള ഉത്തരവാദിത്തമുണ്ട്. ക്യൂർ ചെയ്തില്ലെങ്കിലോ, ക്യൂർ ചെയ്യും വരെ ഒരു നിശ്ചിതമായ സംഖ്യ, എനിക്ക് തോന്നുന്നത് 2.5% സംഖ്യ ഓരോ വീടിന്റെ പേരിലും ഉള്ളത് സർക്കാർ പിടിച്ചു വയ്ക്കും. 5 കൊല്ലം കഴിഞ്ഞ് ആരുടെയും പരാതി അവരുടെ വീടുകൾ ഇല്ലെങ്കിൽ ആ വീടുകളുടെ സർക്കാർ പിടിച്ചു വെച്ചിട്ടുള്ള ഊരാളുങ്കലിന്റെ പണം നമ്മൾ റിലീസ് ചെയ്യും. അത്രയും ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ഈ വീടുകളുടെ നിർമ്മാണത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഉറപ്പുവരുത്തിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും മാധ്യമ സുഹൃത്തുക്കൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് വളരെ ഗുണകരമാണ്. ഞങ്ങൾക്കത് പരിശോധിക്കാൻ. പക്ഷെ ഇല്ലാത്ത ആശങ്ക, ദയവായി ഏതെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ നേരിട്ട് ചോദിച്ച് ബന്ധപ്പെട്ടവരോട് ചോദിച്ച് ഉറപ്പാക്കിയതിനു ശേഷം പറയുകയായിരിക്കും നല്ലത്. അപമാനിക്കപ്പെടുന്നത് സർക്കാരല്ല, അപമാനിക്കപ്പെടുന്നത് ഊരാളുങ്കലോ കിഫ്കോണോ അല്ല, അപമാനിക്കപ്പെടുന്നത് നമ്മളെല്ലാവരും ചേർന്നിട്ടുള്ള കേരളമാണ് എന്ന കാര്യത്തിൽ നമുക്ക് ഒരു ഉത്തരവാദിത്ത ബോധം മറ്റെല്ലാവരെ പോലെ നമുക്കും ഉണ്ടാകണം.